എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപാകെ എത്തുന്നത്. കീർത്തന കാവ്യാഞ്ജലി എന്ന യൂട്യൂബ് ചാനലിലൂടെ. ഞാൻ ആദ്യം ഈ ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്തത് ശ്രീനാരായണ ഗുരുദേവൻ്റെ കഥാപ്രസംഗത്തിലെ ഈരടികളായിരുന്നു. അന്ന് ഞാൻ എഴുതിയ കയ്യെഴുത്ത് പ്രതി ഞാനത് DTP പ്രിൻ്റ് എടുക്കുകയുണ്ടായി. ആ കോപ്പി എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് അതുമായി എനിക്ക് ശിവഗിരിയിലെ സന്നിധാനത്തിലെത്താൻ കഴിഞ്ഞു. അത് അവിടുത്തെ മഠാധിപതിയുടെ തൃക്കൈകളിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജന്മസാഫല്യം. ആ സന്തോഷകരമായ യാത്രയെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ സ്വദേശം മാവേലിക്കരയാണ്. ഞാൻ മാവേലിക്കരയിലെ SNDP യൂണിയനുമായി ബന്ധപ്പെട്ട് ശിവഗിരിയിൽ മഠാധിപതിയെ കാണുവാൻ ഒരു അപേക്ഷ കൊടുക്കുകയുണ്ടായി. അതിൻ പ്രകാരം യൂണിയൻ്റെ കൺവീനറായിരുന്ന ഡോക്ടർ അനന്ത് രാജ് അദ്ദേഹം എനിക്കൊരു പരിചയപ്പെടുത്തുന്ന കത്ത് തന്നു. അങ്ങനെ മെയ് 1-ാം തീയതി വെള്ളിയാഴ്ച ദിവസം ഞാൻ എൻ്റെ ഏറ്റവും ബഹുമാനിതനായ ശ്രീ ഹരിദാസ് പല്ലാരി മംഗലവും അതുപോലെ സുരേഷ് ബാബു, എൻ്റെ ഒരു സുഹൃത്തുമായ സുരേഷ് ബാബുവും ഒന്നിച്ച് ഞങ്ങൾ ശിവഗിരിയിലേക്ക് യാത്രയായി. രാവിലെ 8 മണിക്ക് ഏതാണ്ട് 11:30 കൂടി ഞങ്ങൾ അവിടെ എത്തി. നല്ല തിരക്കുണ്ട്, ഒരുപാട് ആൾക്കൂട്ടമുണ്ട്. എനിക്ക് തോന്നുന്നു അന്നൊരു കല്യാണം അവിടെ വെച്ച് നടന്നു എന്ന്. അതുമാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ ഒരുപാട് അവിടെ വന്നു ചേർന്നിട്ടുണ്ട്. പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് കുറേയേറെ ആൾക്കാർ. ഏതായാലും ആ ഗുരുമന്ദിരത്തിൻ്റെ തിരുമുറ്റത്ത് ഞങ്ങൾ കാർ ഒതുക്കിയിട്ടു. പതുക്കെ മന്ദിരത്തിലേക്ക് കടന്നു. തിക്കും തിരക്കുമാണെങ്കിലും എനിക്ക് ഈ ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ ക്ഷീണവും ബുദ്ധിമുട്ടും ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കൂടെ വന്നവർ എന്നെ സഹായിച്ചത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞാൻ ഗുരുമന്ദിരത്തിൻ്റെ മുന്നിൽ ചെന്നു. ആൾക്കൂട്ടത്തിനിടയിലൂടെ ഞാൻ ഗുരുദേവനെ കണ്ടു വണങ്ങി. അതൊരു ജന്മസാഫല്യമായിട്ട് ഞാൻ കാണുന്നു. ഒത്തിരി നാളത്തെ ആഗ്രഹമാണ്. ഇതിനു മുൻപ് ഞാനും എൻ്റെ ഒരു സുഹൃത്തു കേശവൻ സാറും കൂടി പോയതാണ്. പക്ഷേ അന്ന് ഗുരുമന്ദിരം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല, ഗുരുദേവനെ കാണാൻ കഴിഞ്ഞില്ല. ആ നിരാശ അന്ന് മാറി. പിന്നീട് താഴേക്കിറങ്ങി സെക്യൂരിറ്റിക്കാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലെ സ്വാമി കാണും എന്ന് പറഞ്ഞു.